ഗൈസ്, അപ്പോൾ ഇന്ന് പെരുന്നാളാണ്, അതായത് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ, അതായത് പെരുന്നാളായിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വിശേഷം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഒറ്റയ്ക്ക് വന്നുള്ളൂ. അപ്പോൾ ആവശ്യം അമ്മയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടാ, ഇപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾ ബിരിയാണി വെക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അല്ലേ? രണ്ടാളും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉള്ളി അരിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് പറയാൻ കിട്ടണ്ടാണ്. അത് ചിങ്ങടു അറിയില്ല, നോക്കട്ടെ കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ചിങ്ങടു ഉറങ്ങാണ് കേട്ടാ. ഇതാണ്ടാ, ചിങ്ങടു അവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പണി വേറെ സ്പീഡാക്കുക പറഞ്ഞാൽ ഒരാൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ്. എന്നിട്ട് എണീച്ചത് 11 മണിക്ക്. എന്നിട്ട് ഇതപ്പം സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. അതെ, ഉച്ചയാകുമ്പോഴൊക്കെ ആവും. അതന്നെ ആ സമയമൊക്കെ ആവും. നോമ്പ് കഴിഞ്ഞല്ലോ, നോമ്പ് കഴിഞ്ഞിട്ടല്ലേ പെരുന്നാൾ. അമ്മ അവിടെ ഇരിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ രാവിലത്തെ അതൊക്കെ കഴിഞ്ഞാൽ പെരുന്നാൾ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ച കഴിയും. എന്നിട്ട് പാക്ക് ചെയ്തൊരു 3 മണിയൊക്കെ ആവുന്നു. അതുകൊണ്ടാണ് 3 മണിയൊക്കെ ആവുന്നത്, മനസ്സിലായ? ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയത് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നതാണ് അല്ലോ അവ. അപ്പം ആ സമയത്താണ് ഞങ്ങൾ ബിരിയാണി ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അതിന് ശേഷം പിന്നെ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് എന്താണെന്ന് അറിയില്ല. അന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അന്ന്? നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയില്ലല്ലോ. കൊള്ളൊന്നാവല്ലോ അവ. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കാം. ഇടയ്ക്കൊരു വെക്കലുണ്ടെങ്കിൽ ഇത് വർഷവും കഴിഞ്ഞിട്ടായിരിക്കണല്ലേ. അതാണ്. ഇപ്പം എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം ആവുമല്ലോ അവ. നമുക്ക് അതെ, വാവിച്ചപ്പോൾ തന്നെ കഴിഞ്ഞോണ്ടിരിക്കുക. ഇന്നലെ രാത്രി ഒരാൾക്ക് ഉറക്കം വരാണ്ട് കട്ട് ചെയ്ത് വെക്കാണ്ട് അങ്ങനെ ഉറങ്ങി. എന്തായാലും കുഴപ്പമില്ല. അമ്മ എല്ലാം ഈ തക്കാളി കട്ട് ചെയ്തു, ഉള്ളിയും കട്ട് ചെയ്തു, എല്ലാം കട്ട് ചെയ്തു. അമ്മ വീഡിയോ എടുക്കും. പിന്നെ മിണ്ടാതിരിക്കും അമ്മ. വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കും. എന്നെ പോലെ വളവള പറഞ്ഞോണ്ടേയിരിക്കുന്ന ആളെ, എന്നെക്കാളും വളവള പറഞ്ഞോണ്ടിരിക്കുന്ന ആള്. പക്ഷെ വീഡിയോ വന്ന 30 സൈലന്റ് എന്താ പറയാന്നറിയില്ലല്ലോ. അമ്മ പറഞ്ഞാലും ഗൈസ്, ചിങ്ങടു ഉറങ്ങിയിരിച്ചു. അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് എണിച്ചിട്ട് തൊട്ടിയിൽ കളിക്കുന്നു. രാവേ പോയ സമയത്ത് അത് നോക്കിട്ടിരിക്കാണ്. തൊട്ടിയിൽ എണിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുന്നു. എത്ര നേരം ചിരിച്ചോണ്ടിരിക്കുന്നു കേട്ടാ. ഇപ്പൊ പിണ്ടാതിരിക്കുന്നു. ചിങ്ങടോ കട്ടിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണു. ഏകദേശം അയിലാവേ. ഇനി വെളുത്തുള്ളി മാത്രല്ലേ, ഇഞ്ചിയും ചെറിയ ഉള്ളി. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഗൈസ്, ഒരാളെ ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടാ. ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നോക്കുതാ കടിക്കുന്നു. ആവശ്യത്തിന് എന്താ താടിയിൽ പിടിച്ച് കടിച്ചു വയ്ക്കുക. ഇതാണ് മെയിൻ പരിപാടി. ആവശ്യത്തിന് അമ്മനെ താടി പിടിച്ച് കടിക്കുക. എന്നെ പിന്നെ കടിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് താടി ഉള്ളതുകൊണ്ട് കിട്ടില്ലല്ലേണ്ടാ കടിക്കുക. അതുപോലെ അമ്മനെയും കടിക്കും. പല്ലില്ലാണ്ട് അറിയില്ല ഇവർക്ക്. ഈ തൊണ്ണ് ബലം ഉണ്ടാവല്ലോ, അപ്പൊ അതുകൊണ്ട് കടിക്കും. ചിങ്ങടു ചുണ്ടുകൂട്ടി ചിലപ്പോ അതും കടിക്കൂ, പറയാൻ പറ്റില്ല.
ഡാഡിന്റെ ചിങ്കിടോ കേട്ടോ ചിങ്കിടോ നോക്ക് ഡാഡിന്റെ ചിങ്കിടോ എവിടെ കിട്ടിയ കടി ഇത് മെയിനാണ്. അപ്ഡേറ്റ് പറഞ്ഞില്ലല്ലോ അല്ലേ? അതായത് മരുന്ന് കഴിച്ചപ്പോ തന്നെ ഏകദേശം കുഴപ്പമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ബോഡി മൊത്തം നടന്നു. പിന്നെ അതിനുശേഷം കുറച്ച് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചൂട് വന്നു. അതായത് മേലും കൈ വേദന, ചൂടിന് കുഴപ്പമില്ല, മേലും കൈ വേദനയായിരുന്നു മെയിൻ. ഇപ്പോഴും ഉണ്ട്. എന്തായാലും 3 ദിവസം മരുന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് ഫുള്ളായിട്ട് കഴിക്കണേ. ഞാനല്ല ബേബി. ഇങ്ങോട്ട് നോക്കും. ചിങ്ങടൂനൊരു ഉഷാറില്ല, ഉറക്കത്തിൻ്റെ എന്തോ ആണ്. കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ എന്താണ്? ഓ ഓ അപ്പോൾ ഗൈസ് സമയം 12 മണിയാവണം. എന്നാലും ബാക്കി ബിരിയാണീൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകട്ടെ. ഞാൻ അമ്മനത് അവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ചിങ്ങടൂരുടെ അടുത്താണെങ്കിൽ ഞാൻ പോയി ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ആക്കി വെച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ വലിയ ഉള്ളിയാ? അതെ, ചെറിയ ഉള്ളി മനസ്സിലായി. അത് ഇന്നലെ എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പെരുന്നാളും വിഷു എല്ലാത്തിനും കൂടി ടൗണിൽ നല്ല തിരക്ക്. ഞങ്ങൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുക. അപ്പോൾ അവിടെ മാർക്കറ്റിൽ വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ ആവശ്യം പറഞ്ഞില്ലേ ഉള്ളിൽ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചട്ടിയപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് വേറെ ആയിരുന്നു, വലുതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ചെറുതാക്കാന്ന് വെച്ചിട്ട് ചെറിയ ചട്ടി മേടിച്ചു. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ തന്നെ ഉരുളിയും മേടിച്ചത്. അപ്പോൾ ഇത് പുതിയതായതുകൊണ്ട് അവർ പറഞ്ഞു ഫസ്റ്റ് എണ്ണ ഇട്ട് വയ്ക്കാമല്ലോ. പെണ്ണിങ് ആയാലൊക്കെ രാവിലെ തന്നെ ഇട്ട് വെച്ചു. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ നമുക്ക് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേബി ഇതാ ചിക്കനൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഞങ്ങൾ നമ്മൾ എന്താ വെക്കുമെന്ന് പറഞ്ഞല്ലോ, എന്താ ബിരിയാണി, ചിക്കൻ ബിരിയാണി വെക്കാമെന്ന്. അപ്പോൾ ഇതാ ഇത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് വേറെ കഴുകി ഇത് വന്നിട്ട് ചില്ലിക്കിട്ടാ. അപ്പോൾ അത് കഴുകി വെച്ച് അരിയൊക്കെ കഴുകിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് നേരം കുതിർത്താനും പറ്റില്ല. പിന്നെ ബാക്കിയെല്ലാം കൂട്ടി ശരിയായിരുന്നു. അപ്പോൾ നമുക്ക് ചട്ടി കയറ്റി പെട്ടെന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ആവശ്യം എല്ലാം ഒന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിങ്ങട് പിന്നെ എന്താണ് ഉറങ്ങിയിട്ടൊന്നുമില്ല. അമ്മേൻ്റെ ഇപ്പോൾ അതാ പുറത്തേക്ക് കളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കുട്ടിനെ ആരെങ്കിലും ഒരാൾ നോക്കാം ഗൈസ്. അപ്പോൾ അരി വന്നിട്ട് കുറേ നേരം വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അരി അങ്ങനെ പൊടിഞ്ഞു പോലുമാവേ. അപ്പം അതുകൊണ്ട് ഇത് അരിക്കണം. അപ്പോൾ അരിക്കാനുള്ള ഞങ്ങൾ വേറെ സെറ്റപ്പൊന്നും മേടിച്ചില്ല, ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് എന്താണ് അടിച്ചിട്ട് ഏത് ജ്യൂസ് അടിച്ചിട്ട് അരിക്കുന്ന അരിപ്പായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ആക്കിയിട്ട് അരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ ഇതാക്കുമ്പോൾ ഈ സംഭവം പൊടിഞ്ഞു പോയാൽ മൊത്തത്തിൽ കുളമാവും. കാരണം അരി അത്രയും ബലവും. ഗൈസ് അങ്ങനെ ഷെഫ് പണി തുടങ്ങിയിട്ടാ. എന്താ പണിയൊക്കെ തുടങ്ങി പേടിച്ചിട്ട് ചെയ്യുന്നത് മാത്രമല്ല. പിന്നെ എല്ലാ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തു കിട്ടാം. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ വേമ എടുത്ത് ഇതാക്കാലോ. ചിങ്കിടും അമ്മയും ഇവിടെ ഉണ്ട് കേട്ടാ, നോക്കി നിൽക്കുന്നു. അങ്ങനെ ഫോൺ കണ്ടിട്ട് ചാടി വരികയാണ് ഗൈസ്. അങ്ങനെ കൂട്ടുകളൊക്കെ ഏകദേശം സെറ്റായി. അയ്യടാ അനുഭവിച്ച് മാറി മാറി ഇളക്കും. കൂട്ടുകളൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് ഇനി പച്ച ചൊയ്യൊന്നും വിടണല്ലോ. പച്ച മണം ഒന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ചിക്കനും കായലൊക്കെ റെഡിയാക്കാം അല്ലേ? പച്ച ചൊയ്യ അടിക്കും. അങ്ങനെ ഫൈനലി ബിരിയാണി ഇറക്കി ദമ്മിടാൻ പോകണ്ട. എന്നാ അടച്ചോ, ദമ്മിടപ്പം എന്നെ പിടിക്കും. ഇനി എങ്ങനെ ബിരിയാണി കാണാനൊക്കെ നമുക്ക് സൂപ്പർ ആയില്ലോ. ഫൈനലി എന്താണ് അവസ്ഥ എന്നറിയില്ല. പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നില്ല. ആവശ്യമില്ലേ ഇന്നലെ തുടങ്ങിയാണ് കാശ്മീർ. ഞാൻ എത്ര പ്രാവശ്യം കടയ്ക്കുമായിരിക്കും. സ്പീഡ് ഇട്ടു ബേബി, എനിക്ക് ഓർമ്മയില്ല. ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് തുടങ്ങിയത് കാശ്മീരി ചില്ലിയില്ല. ഗൈസ് അങ്ങനെ ഫൈനലി ദമ്മിട്ടൂട്ടാ. അമ്മനെ വിളിച്ചാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ദമ്മിട്ടു. ദമ്മക്കിട്ടോ, നമുക്ക് ലാസ്റ്റ് നോക്കാം. എനിക്ക് ടേസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ, നന്നായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അത് ഞാനല്ലേ ഇളക്കിയത്, നന്നാവാണ്ടിരിക്കോ? ഇത് എത്ര നേരം ഇടണോ? എത്ര നേരം വെക്കണം? ഇല്ലേ, കരിഞ്ഞാൽ തിന്നല്ലോ, വേറെ വഴിയൊന്നുമില്ല. ഗൈസ്, അപ്പോൾ അവിടെ ബിരിയാണി ദമ്മിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു കുറച്ച് നേരം വെക്കണമല്ലോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഭാവിച്ച് ചിങ്ങടിന് ഫീഡ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിക്കുള്ള ചിക്കൻ കാണിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ ഞാൻ ചില്ലിക്കുള്ള ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ട ചില്ലിയും കാര്യങ്ങളും ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മ വന്നിട്ട് ഇതാ അവിടെ എന്താണ് പായസത്തിനുള്ള സേമിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ കുറച്ച് നേരം ആയിട്ട്. അപ്പം എന്തായാലും നിർത്തി നോക്കാം. കാണാനൊക്കെ അടിപൊളി. ആ സൂപ്പറായിരുന്നു കേട്ടാ. പാവച്ചിക്കൊരു പേടിയായിരുന്നു വെള്ളം പോലെ ആവുമെന്നില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് ആറണം. അതെ, ഒന്ന് ചൂടാറിക്കുന്ന സെറ്റ്. ഇനി ടേസ്റ്റ് ഉണ്ടോന്ന് മാത്രം സംഭവം മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് മോൻ കാണിച്ചു തരാം. ഇത്ര നന്നായി കുക്ക് ചെയ്യണ ആളല്ല അവിടെ കിട്ടും. അല്ല, പിന്നെ 2 വർഷം മുമ്പ് ബിരിയാണി വെച്ചാണ് വാങ്ങിച്ചറിയോ ശരിക്കും. അങ്ങനെ ഫൈനലി ബിരിയാണി കഴിക്കാൻ വേണ്ടി എടുത്തുട്ടാ. ബിരിയാണി, അച്ചാറ്, ചില്ലി, പിന്നെ ഇതിൽ മറന്നതല്ല സലാഡിനുള്ള തൈര് എല്ലാം മേടിച്ചു വെച്ചു. അതെ, ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കിയില്ല. ഇപ്പം 4 മണി ആയിട്ടാണ്. ഇത് അമ്മയുണ്ട്, അമ്മ അവിടെ ഇരുന്ന് കഴിക്കാൻ പോകണോട്ടാ. ചിങ്ങട് പിന്നെ ഉറക്കത്തിലാണ്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കണ്ടേ. പെരുന്നാൾ സ്പെഷ്യൽ. പറയാമല്ലോ. പക്ഷെ എനിക്കില്ലേ കറക്റ്റ് ഇതിൻ്റെ ഇത് അറിയുന്നില്ല. കാരണം ഈ തൊണ്ടവേദന കൊണ്ടൊരു കാര്യം നിൽക്കുക, എന്ത് കുടിക്കുമ്പോഴും ഇതുള്ളൊരു കാര്യം നിൽക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. അമ്മൻ്റെ ചോദിക്കാം. അമ്മ എങ്ങനെയുണ്ട്? നന്നായിണ്ടാ? അല്ല, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മ പറയും. അപ്പം എന്തായാലും ബിരിയാണി സെറ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കാലോ. പിന്നെ പായസവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അടുത്ത് അമ്മ ചെയ്യും. അപ്പോൾ ഗൈസ് പാൽപ്പായസം. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കല്ലോ. വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ.